മഹത്വമുണ്ടാവട്ടെ. ഞാൻ ഏബൽ ലിജോ, സെന്റ് തോമസ് CSI ചർച്ച് കണ്ണിക്കൽ സഭാ അംഗമാണ്. ജേർണി ത്രൂ ദ സാംസിന്റെ 155-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത് സങ്കീർത്തനം 88-ന്റെ 10 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ്. നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ? മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ? ശവകുഴിയിൽ നിന്റെ ദയയെയും വിനാശത്തിൽ നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുമോ? അന്ധകാരത്തിൽ നിന്റെ അത്ഭുതങ്ങളും വിസ്മൃതിയുള്ള ദേശത്ത് നിന്റെ നീതിയും വെളിപ്പെടുമോ? എസ്രാഹ്യനായ ഹേമാന്റെ ഒരു ധ്യാനമാണ് ഈ സങ്കീർത്തനം. ദൈവത്തോടുള്ള നിലവിളിയും പ്രാർത്ഥനയുമാണ് ഇതിലൂടെ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ അത്ഭുതം, ദയ, വിശ്വസ്തത, നീതി ഇതെല്ലാം തനിക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഈ വരികളിലൂടെ നാം മനസ്സിലാക്കുന്നത്. അതിന്റെ 13-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, എന്നാൽ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, രാവിലെ എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു. യഹോവേ, നീ എന്റെ പ്രാണനെ തള്ളിക്കളയുന്നതെന്തിന്? നിന്റെ മുഖത്തെ എനിക്ക് മറച്ചു വെക്കുന്നതും എന്തിന്? ബാല്യം മുതൽ ഞാൻ അരിഷ്ടനും മരിപ്പാറായവനും ആകുന്നു ഞാൻ. നിന്റെ ഘോരത്വങ്ങൾ സഹിച്ച് വലഞ്ഞിരിക്കുന്നു. നിന്റെ ഉഗ്രകോപം എന്റെ മീതെ കവിഞ്ഞിരിക്കുന്നു. നിന്റെ ഘോരത്വങ്ങൾ എന്നെ സംഹരിച്ചിരിക്കുന്നു. അവ ഇടവിടാതെ വെള്ളം പോലെ എന്നെ ചുറ്റുന്നു. അവ ഒരുപോലെ എന്നെ വളയുന്നു. സ്നേഹിതനെയും കൂട്ടാളിയെയും നീ എന്നോട് അകറ്റിയിരിക്കുന്നു. എന്നെ പരിചയക്കാർ അന്ധകാരമത്രേ. ദൈവം തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ല എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ പോലും ഹേമാൻ തന്റെ സങ്കടം എന്നുമെന്നും ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കാൽവറിയിൽ യേശുക്രിസ്തുവിനെ ദൈവം കൈവിട്ടതുപോലെയുള്ള അനുഭവം മാത്രമല്ല, തന്റെ പ്രാണസ്നേഹിതനെ പോലും തന്നോട് അകറ്റിയിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ദുഃഖം നിറഞ്ഞ മനുഷ്യാവസ്ഥയാണ്. എന്നാൽ കൂട്ടാളിയും പരിചയക്കാർ പോലും തനിക്ക് ഇല്ല എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശകരമാണ്. അങ്ങനെയൊക്കെ ആയാലും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരാൾ ദൈവം മാത്രമാണ്. അതുകൊണ്ടാണ് ആ അവസരത്തിലും ദൈവത്തോട് തന്റെ സങ്കടങ്ങൾ ഉള്ളതുപോലെ പറയുന്നത്. ദൈവത്തിന് മാത്രമേ ഇതിനെല്ലാം ശാശ്വതമായ പരിഹാരം വരുത്തുവാൻ കഴിയൂ. അതുകൊണ്ട് നാം നമ്മുടെ ഏതവസ്ഥയിലും ദൈവത്തോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും വേണം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും ദയ നിറഞ്ഞവനുമായ കർത്താവേ, ഏതവസ്ഥയിലും അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.